മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ പാർലമെന്റിൽ UDF-ന് ലീഡ് ഉണ്ടായി. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണ UDF പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തളിപ്പറമ്പിൽ രാഷ്ട്രീയ ചിത്രം മാറുകയാണോ? തളിപ്പറമ്പ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ MLA ആയ മണ്ഡലം കൂടിയാണ്. തളിപ്പറമ്പ് പിടിച്ചെടുക്കുമോ ഇത്തവണ? തളിപ്പറമ്പ് നമ്മൾ ഇത്തവണ പിടിച്ചെടുക്കുക, എന്താ സംശയിക്കുന്നതിനകത്ത്? കാരണം 48,000 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്നാണ് കഴിഞ്ഞ തവണ റഷീദ് അത് 20-21 കൊണ്ടുവന്നത്. എത്രയാണ് മാർജിൻ വന്നത്? അതേ മാർജിൻ നിങ്ങൾ ഇങ്ങോട്ട് ഇട്ട് നോക്കണം. അതിനുശേഷം നിങ്ങൾ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ നേടി, പാർലമെൻറ്റ് നമുക്ക് 8,000 ചില്ലറ വോട്ടിൻ്റെ ലീഡുണ്ട്. അപ്പോൾ ആ സീറ്റ് നമുക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്ന സീറ്റല്ലേ? ഉറപ്പായിട്ട് ജയിക്കും ആ സീറ്റ്, ഒരു സംശയം വേണ്ട. കാരണം അത് മാത്രമല്ല, ഇവർക്കെതിരെയുള്ള ഗോവിന്ദൻ മാഷക്കും ഇവർക്കെതിരെയുള്ള ഒരു പാർട്ടി, ഗോവിന്ദൻ മാഷ് എന്നുള്ള വ്യക്തിയല്ല ഞാൻ പറയുന്നത്, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, അത് നയിക്കുന്നവർക്കെതിരെ ഒരു ജനവികാരം ഉണ്ടാവുമല്ലോ. ആ വികാരം എവിടെയുണ്ട്? എന്തായാലും അബ്ദുൾ റഷീദ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഓളം ഉണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനം നടത്തുകയാണ്. അബ്ദുൾ റഷീദ് തന്നെ ആയിരിക്കുമോ അവിടെ വീണ്ടും മത്സരിക്കാൻ വരിക? അബ്ദുൾ റഷീദ് തന്നെ എന്ന് നമുക്കും അതിൽ ഉറപ്പിച്ച്, നമ്മുടെ കാൻഡിഡേറ്റിനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ അവിടെ പറ്റുന്ന കാൻഡിഡേറ്റ്സൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അബ്ദുൾ റഷീദും അവിടെയുണ്ട്, അതുപോലെ മറ്റ് കാൻഡിഡേറ്റ്സും ഒക്കെ അവിടെയുണ്ട്. അത് നമ്മൾ ആ സമയമാവുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, അബ്ദുൾ റഷീദിന് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ട്. അബ്ദുൾ റഷീദിന് കഴിഞ്ഞ തവണ നമ്മൾ നിർത്തുമ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയം ലേറ്റായി. സ്ഥാനാർത്ഥി കുറച്ചും കൂടി നേരത്തെ തന്നെ ആദ്യം പ്രഖ്യാപിച്ച ലിസ്റ്റിൽ അങ്ങനെ തന്നെ വന്നിരുന്നെങ്കിൽ ഈ ഭൂരിപക്ഷത്തിനേക്കാളും കുറയും. അബ്ദുൾ റഷീദ് നല്ല കാൻഡിഡേറ്റാണ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആരാന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ നമുക്ക് സാധിക്കില്ല. അത് പറയേണ്ട ആൾ ഞാനല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ അഭിപ്രായം പറയാൻ. ഈ മറ്റ് മട്ടന്നൂർ ഉൾപ്പെടെ കൂത്തുപറമ്പ്, അത് വലിയ രീതിയിൽ നിങ്ങൾക്ക് പോരാടാൻ പറ്റിയ ഒരു ഡിവിഷനാണ്. മട്ടന്നൂർ നമുക്ക് മാറ്റി നിർത്താം, പയ്യന്നൂർ മാറ്റി നിർത്താം, കല്യാശ്ശേരി മാറ്റി നിർത്താം. ബാക്കി കൂത്തുപറമ്പിൽ എന്തായിരിക്കും ഒരു സ്ഥിതി? കൂത്തുപറമ്പിൽ നല്ല സാധ്യതകളാണ് കൂത്തുപറമ്പിലുള്ളത്. ഇപ്പോൾ കൂത്തുപറമ്പിലെ കുന്നോത്തുറമ്പ് പഞ്ചായത്ത് കണ്ടില്ലേ, നമ്മൾക്ക് ഇത്തവണ നേട്ടം. അവിടെ നല്ല മുന്നേറ്റമാണ് കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 4 സീറ്റിലേക്ക് പോയി. എല്ലായിടത്തും നമുക്ക് വലിയ കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ വരുന്ന ജില്ലാ പഞ്ചായത്ത്, കൊളവല്ലൂർ ജില്ലാ പഞ്ചായത്ത് ഞാൻ പിടിച്ചെടുത്തു. അതുപോലെ വലിയ മാറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിരുന്നു കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ. ആ കൂത്തുപറമ്പ് നിയോജകമണ്ഡലം നമ്മൾ ഷുവറായിട്ട് ജയിക്കും, ഒരു പ്രയാസമില്ലാണ്ട് ജയിക്കും എന്നുള്ളതാണ്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു പിന്തുണ അത് വളരെ നിർണായകമാണ് തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നടങ്കം UDF-ന് ഒപ്പം നിന്നിട്ടുണ്ടോ? ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDF-ന് ഒപ്പം നിന്നു. ന്യൂനപക്ഷമെന്നുള്ള ഭൂരിപക്ഷമുള്ള എല്ലാ വിഭാഗങ്ങളും, നമ്മൾ അങ്ങനെ ഒരു വിഭാഗത്തെ മാത്രമായിട്ട് കണ്ട, ന്യൂനപക്ഷങ്ങളും ഉണ്ട്, ഭൂരിപക്ഷവും ഉണ്ട്, എല്ലാവരും. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമായ കാര്യമാണ്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു വോട്ട് ഏകീകരണം എന്ന് പറയുമ്പോൾ അതാകും ഈ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. PM ശ്രീ, വെള്ളാപ്പള്ളി നടേശൻ, ഇത്തരം വിഷയങ്ങളൊക്കെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടോ ശരിക്കും? ഈ PM ശ്രീ പദ്ധതി ന്യൂനപക്ഷങ്ങളെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്, നമ്മളെ ഈ മഹത്തായ നമ്മുടെ പാരമ്പര്യത്തെ തന്നെ ഇല്ലാതെ ചെയ്യുന്നതല്ലേ. ഇപ്പോൾ ഓരോരോ മാറ്റങ്ങളല്ലേ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് ന്യൂനപക്ഷങ്ങളുടെ അല്ല, അത് ന്യൂനപക്ഷത്തിന് മാത്രം വിഷയമാണ്. മഹാത്മാഗാന്ധിയുടെ പേര് എന്തിനു ഭയപ്പെടുന്നു? അത് നമ്മുടെ മൊത്തം വിഷയം, ന്യൂനപക്ഷത്തിന് വിഷയമല്ല. ഈ രാജ്യത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വ്യക്തിത്വമായ രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റുമ്പോൾ അത് ന്യൂനപക്ഷം എന്നല്ല, അതിലേക്കാണ് ഈ PM ശ്രീ പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശരിക്കും പിണറായി വിജയൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ പിണറായി വിജയനൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പോവുകയല്ലേ. ഇവരെല്ലാവരും പറ്റിച്ചില്ലേ. ഇതിപ്പോൾ കേന്ദ്രമന്ത്രി
വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞത്? ഈ PMC പദ്ധതി ഒപ്പിടാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ ഇടനിലക്കാരനായി നിന്നത് ആരാണ്? ജോൺ ബ്രിട്ടാസാണ്. അപ്പോൾ ഇപ്പുറത്ത് പറയുന്നു ഇങ്ങനെയൊന്നും ഒരു ചർച്ചയെന്ന്. അപ്പോൾ ഇത് ഒരു CPI ഉൾപ്പെടെ മന്ത്രിമാരെയൊക്കെ പൊട്ടന്മാരാക്കി. ഇപ്പോൾ പറയുന്നു പാർട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, LDF അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, പിന്നെ അഖിലേന്ത്യാ സെക്രട്ടറി കണ്ണൂർ കേരളക്കാരനാണ്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയും. ഇതിനെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇത്തരം പദ്ധതികൾ ഞാൻ പറഞ്ഞത് ഇതൊന്നും ന്യൂനപക്ഷങ്ങളെ മാത്രം എഫക്റ്റ് ചെയ്യുന്നതല്ല, അവർക്ക് മാത്രമല്ല. ഇതൊക്കെ മൊത്തം നമ്മുടെ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അതിനെയൊക്കെ നമ്മളെല്ലാവരും കൂടി തടയിടേണ്ടതാണ്. പക്ഷെ അതിന് BJPയുടെ തോളോട് ചേർന്ന് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പിണറായി വിജയൻ മതിയാക്കിയേ പറ്റുള്ളൂ. CPM അത് നിർത്തിയേ പറ്റുള്ളൂ. ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണോ ശരിക്കും? ഞാൻ അതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ ഒക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കുക, അത് കാണുന്നവനും അത് കേൾക്കുന്നവനൊക്കെ അദ്ദേഹം എന്താണ് പറയുന്നതെന്നും അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണോ എന്നും ഉള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം. അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ LDFനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് ഈ BJPക്ക് ഒരു കളമൊരുക്കി കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഈ മലപ്പുറത്തിനെതിരെ മുസ്ലിം ലീഗിനെതിരെയും മലപ്പുറത്തിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ ഉള്ളത്. അദ്ദേഹം ഇങ്ങനെ ഇത് പറഞ്ഞ് LDFനൊപ്പമാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിൻവാതിലൂടെ ഒരു BJPക്ക് കളമൊരുക്കി കൊടുക്കുകയാണോ ശരിക്കും ചെയ്യുന്നത്? എൻ്റെ ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ ഇത്തരം സമുദായ നേതാക്കന്മാർ സമുദായത്തിൻ്റെതായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അവരിലുള്ള സമുദായത്തിൻ്റെ ഉന്നമതിക്ക് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസപരമായും മറ്റ് രീതിയിലുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളുമായി പോവുക, അതല്ലാതെ മറ്റ് സാമുദായിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവിടെ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി നമ്മുടെ ഉള്ള ഒരു ഐക്യം ഇവിടെ കേരളത്തിലൊന്നും ഒരു ഹിന്ദു മുസ്ലിം അങ്ങനെ ഒരു പോരാട്ടമൊന്നും ഇല്ല. സത്യത്തിൽ ഇപ്പം ഞാനും മനോജും രണ്ട് സമുദായം, നമ്മൾ തമ്മിൽ എന്തെങ്കിലും വളരെ നല്ല അഭിപ്രായം നമ്മളെ ഇടയിലേക്ക് അത്തരമൊരു സ്പർദ്ധ അത് ആരായാലും ആ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ അതുണ്ടാകുന്നത് വലിയ ഭവിഷ്യത്താണ്. അതാരും ആഗ്രഹിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനങ്ങളും വർത്തമാനങ്ങളൊക്കെ നടത്തി എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പൊതുസമൂഹം അറിയുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഇങ്ങനെ മുഖ്യമന്ത്രി കാറിലൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പോൾ അത് സ്വാഭാവികമായും ഒരു സംശയങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ സ്വാഭാവികമായും ഉണ്ടാക്കുമല്ലോ. അത് തീർച്ചയാണ്. അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ ചിന്തിക്കും. അത് ഞാനതാ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടം നൽകാതെ എല്ലാം ഒരു നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള വർത്തമാനങ്ങളല്ലേ ഇത്തരം സാംസ്കാരിക സാമുദായിക നേതാക്കന്മാരൊക്കെ പറയേണ്ടത്. ഈ വെള്ളപ്പള്ളിയെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടും ഈ ഇഴവ വോട്ട് അങ്ങനെ LDFന് കിട്ടി എന്നും പറയാൻ കഴിയുമോ? അതത് ഈഴവ വോട്ട് അങ്ങനെയുണ്ടോ? ഒരാൾ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഇത് മൊത്തം ഒരു സമുദായം ഈ ഈഴവ സമുദായം എന്ന് പറഞ്ഞാൽ അവരുടെ ഈഴവ സമുദായമായാലും നായർ സമുദായമായാലും ക്രിസ്ത്യൻ സമുദായമായാലും അവർ വിദ്യാഭ്യാസ വിവരമൊക്കെ ഇല്ല. അവർക്ക് ചിന്തിക്കാൻ അറിയില്ലേ അവരുടെ നാട്ടിൽ ആരാണ് വിജയിക്കേണ്ടത്, അവരുടെ നാടിൻ്റെ പുരോഗതിക്ക് ആരാണ് അനുയോജ്യൻ, അല്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കേണ്ടത് LDF ആണോ അല്ലെങ്കിൽ UDF ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ ലീഗാണോ CPM ആണോ BJP ആണോ എന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ ഈ ഈഴവനായാലും നായരായാലും ക്രിസ്ത്യാനി ആയാലും ഇവരൊക്കെ. അവരത് തന്നെ. അല്ല നരേശൻ അങ്ങനെയാണ് പിന്നെ നരേശൻ എന്ത് പറയുന്നത് നോക്കിയിട്ട് അങ്ങ് നിന്നാവുമല്ലോ. ഇത് തെരഞ്ഞെടുപ്പ് സംവിധാനം അതിന് വേണ്ടിയിട്ടല്ലേ. എനിക്കങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ പറയുന്നതനുസരിച്ച് വോട്ടങ്ങ് ഇതായി പോകുന്നുള്ള. എന്തായാലും ഈ DCC അധ്യക്ഷ സ്ഥാനത്ത് ഏതാണ്ട് 5 വർഷം ആകാൻ പോവുകയാണ് മാർട്ടിൻ ജോർജ്. ഈ പ്രവർത്തന കാലയളവ് താങ്കളെ ഏത് രീതിയിലാണ് മാറ്റിയത്? താങ്കൾ സംതൃപ്തനാണോ? ഞാൻ പൂർണ്ണമായ സംതൃപ്തനാണ്. അതായത് മനോജന് തന്നെ അറിയാം, ഇവിടെ അങ്ങനെ യാതൊരുവിധ വിഷയങ്ങളുമില്ല. ഈ തെരഞ്ഞെടുപ്പായാലും വലിയൊരു തെരഞ്ഞെടുപ്പല്ലേ, സ്ഥാനാർത്ഥി നിർണയമായാലും കേട്ടിട്ടുള്ള അതുപോലെ തന്നെ പ്രസിഡന്റുമാരെ മേയറെ തിരഞ്ഞെടുക്കുമ്പോഴായാലും പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുമ്പോഴായാലും എല്ലാം കഴിഞ്ഞല്ലോ.
ഒരു അസ്വാരസ്യങ്ങളോ നിങ്ങൾക്ക് വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ? ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാവരും വിശ്വാസത്തിലെടുത്ത് എല്ലാവരോടും സംസാരിച്ച് ഇവിടെ MLA-മാർ മറ്റേ KPC ഭാരവാഹികൾ എല്ലാവരും ആരെങ്കിലും ഒരാൾ ജില്ലാ നേതൃത്വത്തിനൊരു പരാതി നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിശ്വാസത്തിലെടുത്ത്, കാരണം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാറില്ല. എനിക്ക് എൻ്റേതായ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തൊരു വികാരമാണ്. അത് വിട്ട് ഞാൻ ഏറ്റവും KSU തുടങ്ങി 7ാം ക്ലാസ് മുതൽ ഞാൻ തുടങ്ങിയതാണ്. എൻ്റെ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താലൂക്ക് KSU ഭാരവാഹി അന്ന് തുടങ്ങിയതാണ്, വർഷങ്ങളായി. അപ്പോൾ എനിക്ക് എൻ്റെ വികാരം എൻ്റെ പാർട്ടിയാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ഇതിലും നിൽക്കില്ല. അതാണ് നേരത്തെ ചോദിച്ച സ്ഥാനാർത്ഥിത്വം കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞാൻ പൂർണ്ണമായി പാർട്ടിക്ക് വിട്ടുകൊടുത്തു. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഈ വലിയ തോതിൽ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം, പലരെയും പുറത്താക്കാൻ വേണ്ടി അതിൻ്റെ അടിയിൽ ഒപ്പ് വെക്കേണ്ടി വന്നത് ഒരു സങ്കടമല്ലേ ശരിക്കും? അല്ല, അതിൻ്റെ അടിയിൽ ഒപ്പ് വെക്കേണ്ടതിൽ സങ്കടം തന്നെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പക്ഷേ ഞാൻ ഒരാളെ പോലും ഞാൻ അതിൻ്റെ സിസ്റ്റം താഴെത്തട്ടിൽ നിന്നും വാർഡ്, ബൂത്ത്, പിന്നെ മണ്ഡലം, ബ്ലോക്ക്, ഇവരെ ഡയറക്ഷൻ, ഇവരുടെ നിർദ്ദേശം ഇവർ പറയാതെ ഒരാളെ പോലും ഇന്ന് വരെ ഞാൻ പുറത്താക്കിയിട്ടില്ല. അത് പുറത്താക്കാൻ, കാരണം പുറത്താക്കിയാൽ മാത്രമേ മറ്റ് സംവിധാനം പാർട്ടി മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഈ പുറത്താക്കൽ. ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ അതിനകത്ത് ഇവിടെ ചാർജുള്ള വന്ന നിയാസ് ഉൾപ്പെടെ മറ്റുള്ള ഉൾപ്പെടെ എന്നെ ശാസിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് ഈ ജില്ലയിൽ, നിങ്ങളാണ് ഈ പുറത്താക്കുന്ന കാര്യത്തിൽ ഏറ്റവും നിങ്ങൾക്ക് മടിയാണ്, പിശുക്കനാണ് പുറത്താക്കുന്ന കാര്യത്തിൽ നിങ്ങളാണ് മടിയാണ്. കാരണം KPC മെമ്പർമാർ വരെ പുറത്താക്കിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് വളരെ ഇതായിട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കി അങ്ങനെ പോവാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പുകൾ, പല വിധത്തിലുള്ള ഗ്രൂപ്പുകളാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഗ്രൂപ്പുകളുടെ ഒരു അതിപ്രസരം അതില്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ഒരു പിന്തുണ ഏത് രീതിയിലാണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞ ജില്ലയിൽ തന്നെ പല പഞ്ചായത്തുകളും വലിയ പ്രശ്നങ്ങളുള്ള പഞ്ചായത്തുകളുണ്ട്. പാർട്ടിയിൽ തന്നെ അഭിപ്രായം അത് അവരെല്ലാവരും അതിന് സമന്വയിക്കേണ്ട പാത ഏതാണ് എന്ന് കൂടിയിരുന്ന് നമ്മുടെ കോർ കമ്മിറ്റി സംസാരിച്ച് എല്ലാവരും അതിനകത്ത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, MLA-മാർ, 2 MLA-മാരും അതുപോലെ തന്നെ MP-യും അതുപോലെ തന്നെ KPC ഭാരവാഹികൾ, ഇവർ വിവിധ തലങ്ങളിൽ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച നടത്തി അതിനകത്തൊരു സമന്വയം. അതിനകത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റേതായ ഒരു തീരുമാനം മാത്രം വന്നാലാണ് വിഷയം വരിക. എൻ്റേതായ തീരുമാനമില്ല. എൻ്റേതായ തീരുമാനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതാണ് നേര്, ആ ഒരു തീരുമാനത്തിലേ ഞാൻ നിൽക്കുകയുള്ളൂ. അതെല്ലാവരും അംഗീകരിക്കുക. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇവിടെ നമുക്ക് സ്ഥാനാർത്ഥികൾ, ഒരു ലീഡർഷിപ്പിൽ ഒരാൾ ഒരു വാക്ക് പറഞ്ഞ് ഈ പാർട്ടിയിൽ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഒരു മണ്ഡലം പ്രസിഡന്റ്, ഒരു ബ്ലോക്ക് പ്രസിഡന്റ്, ഒരു DCC ആരും അതിനകത്ത് ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് ഈ 5 വർഷം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും ആദ്യമായി മണ്ഡലം പ്രസിഡന്റുമാരെ വെച്ചതും മണ്ഡലം ഭാരവാഹികളെ വെച്ചതും ബ്ലോക്ക് പ്രസിഡന്റ് വെച്ചതും ബ്ലോക്ക് ഭാരവാഹികളെ വെച്ചതും എല്ലാം കണ്ണൂർ ജില്ലയിലാണ്. അത് അഭിപ്രായ സമന്വയത്തിൻ്റെ പേരിലാണ്. അതിലൊരു പരിധി വരെ നമ്മളെ KPC ചാർജുള്ള PM നിയാസ് ഉണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് എനിക്ക് അക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ KPC പ്രസിഡന്റ് അന്ന് K. സുധാകരനാണ്, ഇന്ന് സണ്ണി ജോസഫ്, രണ്ടുപേരും കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് അവരുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ട്. പിന്നെ KC വേണുഗോപാൽ കണ്ണൂർ ജില്ലക്കാരനാണ്. ലീഡർഷിപ്പെല്ലാം നമ്മൾ സമന്വയിച്ച് അവരുടെയൊക്കെ നിർദ്ദേശങ്ങളും അവരുടെയൊക്കെ ആശയവിനിമയവും ഒക്കെ നടത്തിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറ്. എന്തായാലും മാർട്ടിൻ ജോർജ് എന്ന കണ്ണൂർ DCCയുടെ അധ്യക്ഷൻ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുപോയത് എന്ന് അദ്ദേഹം തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. യാഥാർത്ഥ്യവും അതുതന്നെയാണ്. ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഒരു DCCയെ ഇത്രയും ദീർഘകാലം കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എന്ന ആ നേതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃഗുണമായി പാർട്ടി കാണുന്നത്. ഒരു ഘട്ടത്തിൽ DCC അധ്യക്ഷൻ